നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചോദിച്ച പോലെ ഒരു ഹോം റെമഡിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു DIY ആണ്. ഒരു സ്ലീപ്പിംഗ് പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൂന്നേ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് അലോവേറ ജെല്ലാണ്. നിങ്ങൾക്ക് നാച്ചുറൽ അലോവേറ ജെല്ലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാ സ്കിന്നിനും എല്ലാവർക്കും അത് സ്യൂട്ടാവില്ല. അതുമാത്രമല്ല, നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഉണ്ടാക്കി തന്നെ യൂസ് ചെയ്യണം. ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. വാവും കാണിക്കുന്നുണ്ട്, പതഞ്ജലി കാണിക്കുന്നുണ്ട്. അപ്പോൾ പതഞ്ജലി കുറച്ചുകൂടി അഫോർഡബിൾ സൈഡാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കാണിച്ചു തരുന്നത്. പതഞ്ജലി ഞാനും ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് വരുമ്പോൾ ഞാനും യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് നാട്ടിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുന്നത് പതഞ്ജലിയാണ്. അപ്പോൾ കുറേ പേര് എന്നോട് കമൻസിൽ ചോദിക്കാറുണ്ട് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് കാണിക്കൂ എന്നുള്ളത്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈസ് നമ്മൾ നോക്കി പോകുമ്പോൾ ഇടയ്ക്കെങ്കിലും നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പതഞ്ജലിയുടെ അലോവേറ ജെല്ലിൽ കളറും ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്രേഗ്രൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രത്തോളം കെമിക്കൽസ് കുറവ് യൂസ് ചെയ്യുന്നോ അത് നമുക്ക് സ്കിന്നിനാണേലും ഹെയറിനാണേലും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത് കുറച്ചൊരു പ്രൈസി, പക്ഷേ ഈ ഒരു ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര പ്രൈസി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും ഞാനങ്ങനെ ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് പറയുന്നില്ല ഈ ഒരു അലോവേറ ജെല്ല്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏത് വേണം എന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത ഞാൻ എടുക്കുന്നത് റോസ് വാട്ടറാണ്. ഇതും അഗെയിൻ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയം മുതൽ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഒരു 3 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ കാമ ആയുർവേദയുടെ പ്യുവർ റോസ് വാട്ടർ. അപ്പോൾ നിങ്ങൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ, ഏത് റോസ് വാട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ സ്റ്റീം ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള അങ്ങനെ എഴുതിയിട്ടുള്ളത് നോക്കി വാങ്ങുക. ഇനി നമുക്ക് വേണ്ടത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ്. ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ നിങ്ങൾ ഒരുപാട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പതഞ്ജലി മാറ്റുകയാണ്. ഞാൻ വോവിൻ്റെ അലോവേറ ജെല്ലാണ് കേട്ടോ എടുക്കുന്നത്. ഇത് തന്നെ ഒരു 2 ദിവസത്തേക്ക് നമുക്ക് ഫേസ് പാക്ക് അല്ലേ, 2 ദിവസത്തേക്ക് ഇത് ധാരാളമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കാം, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെയിലി ഉണ്ടാക്കി അങ്ങനെ ഫ്രഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഫ്രഷ് അലോവേറ ജെല്ലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി ഉണ്ടാക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് കേടായിപ്പോവും. ഇനി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന അലോവേറ ജെൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പമ്പെന്നോ അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ക്യാപ്സ്യൂൾ വേണം. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ഒന്ന് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് ഡെയിലി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിത് തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ, ഇത് സ്ലീപ്പിംഗ് പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡേ ടൈമിൽ കാണിച്ചു തന്നത്. നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് രാത്രിയിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ കുറച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കിടന്നുറങ്ങുക, രാവിലെ നമ്മൾ നോർമലി ഫേസ് വാഷ് ചെയ്യുന്ന പോലെ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്